ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ കുറച്ച് യുണീക്ക് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ഇത്രയും മെഹന്തി കോൺസ് യൂസ് ചെയ്ത മെഹന്തി കോൺസ്. എന്നാലും കുറച്ച് ബാക്കിയുണ്ട് ചിലതിലൊക്കെ ഒരുപാട് ബാക്കിയുണ്ട്, ചിലതൊക്കെ അത്യാവശ്യം കുറേ കഴിഞ്ഞതാണ്. അപ്പോൾ ഇത്രയും മെഹന്തി കോൺസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇത് വലിച്ചെറിയുന്നതിന് പകരം ഇതെങ്ങനെ റീയൂസ് ചെയ്യാൻ പറ്റും, ഇതുകൊണ്ട് നമുക്ക് വേറെ ഉപയോഗം ഉണ്ടോ? ഈ ഓൾഡ് മെഹന്തി കോൺസിൻ്റെ റീയൂസിങ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കുക. എന്നിട്ട് എല്ലാ കോൺസും ഒന്ന് പൊട്ടിച്ച് കൊടുത്തിട്ട് അതിലേക്ക് എല്ലാതും ഒഴിച്ചു കൊടുക്കുക. പൊട്ടിക്കുമ്പോൾ നമ്മൾ കുറച്ചധികം പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം കിട്ടും. ഞാൻ ഫസ്റ്റ് കുറച്ച് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ നല്ല രീതിയിൽ വലിയ ഹോളാക്കിയപ്പോൾ അത്യാവശ്യം നല്ലോണം വരുന്നുണ്ട്. ഞാൻ മുമ്പത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ യൂസ് ചെയ്യുന്നത് ഓൾഡ് മെഹന്തി കോൺസാണ്. ഡേറ്റ് കഴിഞ്ഞ മെഹന്തി കോൺസാണ് പ്രാക്ടീസിങ്ങിന് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പുതിയത് വാങ്ങിക്കൂടെ? കട്ട പിടിച്ചിട്ടുള്ള ചില മെഹന്തി കോൺസൊക്കെ ഉണ്ടായിരുന്നു, പുതിയത് വാങ്ങിച്ചു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷെ എൻ്റെ കയ്യിൽ ഈ ഓൾഡ് മെഹന്തി കോൺസ് എന്ന് പറയുന്നത് 10-15 ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും മെഹന്തി കോൺസ് കൂടെ ഇരിക്കുമ്പം പുതിയത് വാങ്ങണോ, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയത് വാങ്ങണോ എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ റീയൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷനെ കുറിച്ച് ചിന്തിച്ചത്. അപ്പോഴാണ് നമുക്ക് ഈ ഒരു ഐഡിയ കിട്ടണത്. നമ്മൾ ഈ ഓൾഡ് മെഹന്തി കോൺസ് വെച്ചിട്ട് പുതിയൊരു മെഹന്തി റീയൂസ് ചെയ്തുണ്ടാക്കിയപ്പോൾ കുറച്ചുകൂടി നമുക്ക് നല്ല ബെറ്റർ ഓപ്ഷനായിട്ട് വന്നു. ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ എല്ലാതും കറക്റ്റ് ഫുള്ളായിട്ട് കൊണ്ട് പോരും കേട്ടോ. എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു ബ്ലാക്ക് ഹെന്നയാണ്. അപ്പോൾ ഈ ബ്ലാക്ക് ഹെന്ന അതും ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബ്ലാക്ക് ഹെന്നയുടെ ബോട്ടിനുള്ളിൽ അനിയത്തി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വാട്ടർ കണ്ടൻറ്റ് കുറച്ച് കൂടിപ്പോയി. എന്നാലും കുഴപ്പമില്ല, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. വെള്ളം ഓവറാവാനും പാടില്ല, വെള്ളം ഒട്ടും ഇല്ലാതിരിക്കാനും പാടില്ല. നമ്മളിതെല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക, നല്ലോണം മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ കോൺസ് ഉണ്ടാക്കാനുള്ള ഷീറ്റ് നമ്മൾ സ്ക്വയർ ഷേപ്പിൽ വെട്ടിയെടുക്കാം. അതിന് നമ്മളിതുപോലെ മടക്കി വെച്ചിട്ട് കപ്പലിൻ്റെ പുതിയ പാക്കറ്റ് പോലെ മടക്കി വെച്ചിട്ട് തിന്നായിട്ട് അതിൻ്റെ എൻഡ് പോയിൻറ്റ്സ് തിന്നാക്കി ഇങ്ങോട്ട് കോൺസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോൺസിൻ്റെ ഉള്ളിലേക്ക് മെഹന്തി ഫില്ല് ചെയ്യലാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മളിൽ പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ പൈപ്പിംഗ് ബാഗിലേക്ക് നിറച്ചിട്ട് അത് കോൺസിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാനിത് പ്ലാസ്റ്റിക് കവർ ഇതുപോലെ ഒരുക്കി കോൺ പോലെ ആക്കി എടുത്തതാണ്. പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ വാട്ടർ കണ്ടൻറ്റ് ഒന്ന് കൂടിപ്പോയി. വേറെ ഒരു പ്രശ്നവും നമ്മുടെ ഈ കോണിനില്ല. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കയ്യിലിടാതിരിക്കുക. കാരണം ഇതിൽ കുറേയൊക്കെ ഡേറ്റ് കഴിഞ്ഞതുണ്ട്. അതുപോലെ അതിൻ്റെ അറ്റം മടക്കിയിട്ട് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മളുടെ കോണ്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് കോൺ കിട്ടിയിട്ടുണ്ട്, മെഹന്തി കോൺ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കട്ടി കുറഞ്ഞെന്ന് പറഞ്ഞില്ലേ, കുറച്ച് കട്ടി കൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് പൗഡർ ഇട്ടിട്ട് മിക്സ് ആക്കുകയാണ്. കയ്യിലിടുന്ന മൈലാഞ്ചി എല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രാക്ടീസിങ്ങിന് വേണ്ടിയുള്ള മൈലാഞ്ചിയാണ്.
പെർഫെക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റത്തെ മെഹന്തി നമ്മൾ തിക്നെസ് ഇല്ലാത്തതാണ് കേട്ടോ. ലാസ്റ്റ് മെഹന്തി മാത്രമേ നമുക്ക് തിക്നെസ് ഇല്ലാണ്ട് വന്നിട്ടുള്ളൂ. ഫസ്റ്റ് മെഹന്തി നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു. നമുക്ക് 3 മെഹന്തി നമ്മൾക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇത്രയും ട്യൂബ്സിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് 3 വലിയ മെഹന്തി കിട്ടിയിട്ടുണ്ട്. പഴയ മെഹന്തിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ മെഹന്തി കോൺസൊക്കെ ഉണ്ടാക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി നോക്കാം. നല്ല ക്യൂട്ട് മെഹന്തി ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഈ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കണം. നോർമൽ നമ്മൾ മെഹന്തി നമ്മൾ ഉണ്ടാക്കിയ മെഹന്തി നമ്മളുടെ സൈസ് ഡിഫറൻസ് ഒന്ന് നോക്കാം. ഇത് സിങ്ങിൻ്റെ ട്യൂബും നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ട്യൂബാണിത്. ഉണ്ടാക്കിയതിൽ 2 ട്യൂബ് നല്ല വലിപ്പമുണ്ട്. കണ്ടോ, സിങ്ങും ഇത് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു സൈസാണ് ഇത് വന്നിട്ടുള്ളത്. നല്ലോണം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഔട്ട്പുട്ടൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിൽ വരച്ചെടുക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. ഒരു മിസ്റ്റേക്ക് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ബിഗ് ബി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്ലാക്ക് ഹെന്ന യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടാണ്ട് ഈ ബിഗ് ബിയിൽ നല്ല രീതിയിൽ വെള്ളം പോലെയാണ് ബിഗ് ബി ഇരിക്കുന്നത്. അതുപോലെ ബ്ലാക്ക് ഹെന്നയുടെ ഉള്ളിലും വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂടിപ്പോയിട്ടുണ്ട്. വേറെ പ്രോബ്ലം ഒന്നുമില്ല. ബാക്കി ഓവറോൾ ഔട്ട്പുട്ട് ലുക്കും കളറും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ക്യൂട്ടായിട്ടുണ്ട്. എല്ലാ മെഹന്തീസും നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ മെഹന്തി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി മുതൽ ഇതുപോലെ ഓൾഡ് മെഹന്തി ഉണ്ടെങ്കിൽ നിങ്ങളിതുപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത് ഇതുപോലെ നല്ല വെറൈറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ഓൾ.